നമസ്കാരം. തമിഴ്നാട്ടിൽ ഇൻസ്റ്റാഗ്രാം ഭരണമാണ് നടക്കുന്നതെന്നുള്ളൊരു ആരോപണം DMK ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾ, ഇപ്പോൾ എതിർപക്ഷത്താണല്ലോ അവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിരന്തരമായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് വിജയുടെ തമിഴക വെട്രിക്കഴകത്തിൻ്റെ ഭരണത്തെക്കുറിച്ച്. ഒരു തരത്തിൽ പരിശോധിക്കുമ്പോൾ സത്യമാണോ എന്നുള്ളൊരു തോന്നലും ഉണ്ടാകുന്നുണ്ട്. ഒരു കാര്യം ആദ്യമേ പറയുന്നു, DMKയുടെ ആരോപണങ്ങളെ ശരിവയ്ക്കുന്നു, ഈ ആരോപണത്തെ ശരിവയ്ക്കുന്നു എന്നുള്ളത് കൊണ്ട് DMK ഒരു നല്ല രാഷ്ട്രീയ കക്ഷിയാണെന്നുള്ളൊരു എൻഡോഴ്സ്മെൻ്റ് അല്ലിത്. ഇത് തമിഴക വെട്രിക്കഴകം മാത്രമാണ് ഇവിടുത്തെ വിഷയം. കാരണം അടിസ്ഥാനപരമായി ഇൻസ്റ്റാഗ്രാം റീലിലൂടെയുള്ള, ഇൻസ്റ്റാഗ്രാമിൽ മാത്രമല്ല ഫേസ്ബുക്കിലും മറ്റുമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചാരണങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ് തമിഴക വെട്രിക്കഴകം എന്നുള്ളൊരു പ്രതിച്ഛായ അവരെ സംബന്ധിച്ച് ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ പരമാവധി മറച്ചു പിടിക്കുവാൻ അവർ ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടരെ ഉണ്ടാകുന്നുണ്ട്, അതിനെ സാധൂകരിക്കുന്ന സംഭവങ്ങൾ. അതിൽ ഒരു സംഭവം പ്രേക്ഷകരുമായി കഴിഞ്ഞ ദിവസം തത്വമയി ന്യൂസ് പങ്കുവച്ചിരുന്നു. 717 ടാസ്മാക് കടകൾ, നമ്മുടെ ബിവറേജസിൻ്റെ തത്തുല്യമായ മദ്യശാലകൾ അടച്ചുപൂട്ടുവാനുള്ള ഉത്തരവ് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ശ്രീ ജോസഫ് വിജയ് കൈക്കൊണ്ടു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള യഥാർത്ഥ വസ്തുത. അതിൽ പലതും ഇപ്പോഴും തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. തന്നെയുമല്ല, ഈ അടച്ചുപൂട്ടിയ കടകൾ സ്ഥിരമായി അടച്ചുപൂട്ടിയതല്ല, അതിൻ്റെ ലൈസൻസ് ഉപയോഗിച്ച് തന്നെ അവർക്ക് കുറച്ചപ്പുറത്തേക്ക് മാറി, ഇപ്പോൾ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് മാറി വീണ്ടും പ്രവർത്തിക്കുവാനുള്ളൊരു സാധ്യത തെളിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ള വിവരം പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഒറ്റയടിക്ക് അടച്ചുപൂട്ടി വരുമാന നഷ്ടം കണക്കാക്കാതെ ജനങ്ങൾക്ക് വേണ്ടി ഇതാ വിജയ്, ദളപതി വിജയ്, മുതൽവർ വിജയ് എന്നുള്ള ഒരു പ്രചരണം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തമിഴക വെട്രിക്കഴകത്തിൻ്റെ ഒരു IT സെൽ, ഒരു ഔദ്യോഗികവും അനൗദ്യോഗികമായ IT സെല്ലുകൾ, ഔദ്യോഗികമായ എന്നുള്ളൊരു സ്ഥാനപ്പേരില്ലെങ്കിലും റൗട്ട് എന്നൊരു കമ്പനിയുണ്ട്. വിജയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായ ജഗദീഷിൻ്റെ ഉടമസ്ഥതയിലുള്ള റൗട്ട് എന്നുള്ളൊരു കമ്പനി നടത്തുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന അവരൊരു PR കമ്പനിയും കൂടിയാണ്. ഇത്തരത്തിലുള്ള സെലിബ്രിറ്റികളുടെ ഒരു ഇവൻറ്റ് മാനേജ്മെൻ്റ് എല്ലാം ചെയ്യുന്ന പ്രശസ്തരായ സിനിമാ നടന്മാരുടെയും എല്ലാം സാമൂഹിക മാധ്യമങ്ങളിലെ സാന്നിധ്യവും ഇടപെടലുകളും എല്ലാം ഒരു വ്യാപാര കണ്ണോടുകൂടി തന്നെ, കച്ചവട കണ്ണോടുകൂടി നിയന്ത്രിക്കുന്ന ഒരു സ്ഥാപനമാണവർ, അല്ലെങ്കിൽ ചെയ്തു കൊടുക്കുന്നൊരു സ്ഥാപനമാണവർ. അത് കഴിഞ്ഞ 2 വർഷങ്ങളായി തമിഴക വെട്രിക്കഴകത്തിന് വേണ്ടിയിട്ടാണ് അവർ പൂർണ്ണമായും പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ശേഷിയും ക്ഷേമൂഷിയും വിനിയോഗിക്കുന്നത്. ഈ ഒരു റൗട്ടിൻ്റെ നേതൃത്വത്തിലുള്ള ഔദ്യോഗികമെന്ന് വേണമെങ്കിൽ പറയാവുന്ന തമിഴക വെട്രിക്കഴകത്തിൻ്റെ IT സെൽ, അനൗദ്യോഗികമായി പ്രവർത്തിക്കുന്ന നിരവധി IT സെല്ലുകൾ, ഇതിൻ്റെ എല്ലാം നിയന്ത്രണത്തിൽ ഏതാണ്ട് 35,000 വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ 35,000 വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഒരു 100 പേർ വെച്ച് അംഗങ്ങളാണെങ്കിൽ, 100 അല്ല, ഒരെണ്ണത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ശരാശരി കണക്കെടുത്താൽ 250ഓളം അംഗങ്ങളുണ്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലെന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് തൽക്കാലം 200 എന്നെടുക്കാം. അതിന് 35,000-ൽ 200 പേരുണ്ടെങ്കിൽ ഏതാണ്ട് 70 ലക്ഷത്തോളം ആളുകളുടെ, അല്ലെങ്കിൽ 70 ലക്ഷത്തോളം വാട്സാപ്പ് നമ്പറുകളുടെ, ആളുകളെന്ന് പറയേണ്ട വാട്സാപ്പ് നമ്പറുകളെന്ന് പറയാം, നമ്പറുകളുടെ ഒരു സ്വാധീന വലയം അവർ ഇപ്പോഴേ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇതിലൊന്നും കുഴപ്പമില്ല, കാരണം ആധുനിക കാലത്ത് അത്തരത്തിലുള്ളൊരു പരസ്യവും ഒരു പ്രചാരണവും എല്ലാം അത്യാവശ്യം തന്നെയാണ്. പക്ഷേ ഇതിലൂടെ നടക്കുന്ന പ്രചരണങ്ങൾ ഇത്തരത്തിലുള്ളതാണ്. യാഥാർത്ഥ്യത്തെ മറച്ചു പിടിച്ച് ഒരു പകുതി സത്യം മാത്രം പുറത്ത് പറഞ്ഞുകൊണ്ടുള്ള ഒരു രീതി. മറ്റൊരു രീതി, ഈ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ വളരെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ട ഒരു വാർത്ത, പെരമ്പൂരാണ് വിജയ് നിലനിർത്തുന്ന മണ്ഡലം. തൃച്ചി മണ്ഡലത്തിൽ അദ്ദേഹം രാജിവെക്കുകയാണ്. 2 നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ചിരുന്നു. തൃച്ചി മണ്ഡലം അദ്ദേഹം രാജിവെക്കുകയാണ്. പെരമ്പൂർ എന്ന നിയോജക മണ്ഡലം അദ്ദേഹം നിലനിർത്തുകയാണ്. ആ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 30 വർഷങ്ങളായി ഒരു സ്കൂളിൽ വിദ്യാർത്ഥികൾ പോയിക്കൊണ്ടിരുന്നത് 3 കിലോമീറ്റർ ചുറ്റി വളഞ്ഞാണ്. ആ പ്രശ്നം വിജയ് ഒറ്റ ദിവസം കൊണ്ട് പരിഹരിച്ചു കൊടുത്തു. ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു, കടലാസിൽ അത് പരിഹരിക്കപ്പെട്ടു. വിജയ് ആണോ അത് പരിഹരിച്ചത്? അല്ല. കാരണം ഈ കേസ് ഒരു വഴി സംബന്ധമായിട്ടുള്ള ഒരു കേസ്, ഒരു സമുദായത്തിൽപ്പെട്ട, വിശേഷ സമുദായത്തിൽപ്പെട്ട ചിലർ പൊതുവഴി കയ്യേറി മതിൽ കെട്ടിയതിനെ തുടർന്ന് നടന്നുകൊണ്ടിരുന്ന കേസ് കോടതി അവർക്കെതിരായി, മതിൽ കെട്ടിയവർക്കെതിരായി വിധിച്ച് നഗരസഭയോട് പറഞ്ഞിരുന്നു ആ വഴി പൊതുവഴിയാക്കി ഒരു പൊതുവഴി നിർമ്മിച്ച് ആ സ്കൂളിലേക്കുള്ള വഴിയല്ല, സ്കൂളിൻ്റെ മുൻപിലൂടെയുള്ള ഒരു വഴി നിർമ്മിക്കണമെന്നുള്ള കോടതി ഉത്തരവ് 2024 മുതൽ നിലവിലുണ്ട്. 2024 നിലവിൽ വന്ന അതിനൊരു കോടതി ഉത്തരവ് വന്നു, അതിന് സ്റ്റേ വാങ്ങി, അതിനെതിരെയുള്ള ഉത്തരവ് വന്നു. ഇതെല്ലാം കൂടി ആയപ്പോഴേക്കും 2026
തിരഞ്ഞെടുപ്പായി. അതുകൊണ്ട് തന്നെ കോടതിയുടെ അവസാന ഉത്തരവ് നടപ്പാക്കുന്നതിൽ നിന്ന് നഗരസഭ തടയപ്പെട്ടു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അവർ ആ ഉത്തരവ് നടപ്പാക്കി. ഇതാണ് അവിടെ നടന്ന സംഭവം. ഈ സംഭവത്തെ വിജയുടെ മിടുക്കായോ അല്ലെങ്കിൽ വിജയുടെ ധീരമായ നടപടിയായോ പ്രചരിപ്പിക്കപ്പെടുകയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ. ഇതിൽ വിജയ്ക്ക് യാതൊരു പങ്കുമില്ല. ഏതെങ്കിലും തരത്തിൽ പുതിയൊരു ഉത്തരവ് നടപ്പാക്കിക്കോട്ടെ എന്ന് നഗരസഭ ചോദിച്ചാൽ അതിന് ഒരുപക്ഷെ നഗരസഭയ്ക്ക് അത് മുഖ്യമന്ത്രിയോട് ചോദിക്കേണ്ട കാര്യം പോലുമില്ല. എന്നാൽ പോലും ഒരു വാദത്തിന് വേണ്ടി നമുക്ക് സമ്മതിക്കാം. തൽക്കാലത്തേക്ക് നഗരസഭ ആരെങ്കിലും അവരുടെ ഉദ്യോഗസ്ഥർ വിജയെയോ അല്ലെങ്കിൽ വിജയുടെ കാര്യാലയത്തെയോ ബന്ധപ്പെട്ട് ചോദിച്ചു നടപ്പാക്കട്ടെ, നടപ്പാക്കിക്കോളൂ. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തു എന്നുള്ളതിനപ്പുറം അത് തന്നെ ചെയ്യാനുള്ള യാതൊരു സാധ്യതയുമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, നഗരസഭയ്ക്ക് ഈ ഒരു കോടതി ഉത്തരവ് നടപ്പാക്കുവാൻ മുഖ്യമന്ത്രിയോട് പ്രത്യേക അനുവാദം വാങ്ങേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും പ്രത്യേക താല്പര്യം അതിലില്ലെങ്കിൽ, ഇനി വാങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ നടക്കേണ്ടിയിരുന്ന ഒരു കാര്യത്തിന് നടന്നോട്ടെ എന്ന് സമ്മതം മൂളി എന്നുള്ളതിനപ്പുറം യാതൊരു പങ്കും വിജയ്ക്ക് ഇതിലുണ്ടാകുവാനുള്ള സാധ്യതയില്ല. പക്ഷേ ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു വാർത്ത 30 വർഷങ്ങളായി വിദ്യാർത്ഥികൾ അനുഭവിച്ചിരുന്ന ഒരു കഷ്ടത്തെ സ്വന്തം നിയോജക മണ്ഡലത്തിൽ വിജയ് ഇങ്ങനെ സൊടുക്ക് പോട്ട് എന്ന് പറയുമവർ തമിഴിൽ പരിഹരിച്ചു എന്നുള്ളൊരു പ്രചാരണമാണ് നടക്കുന്നത്. ഇതൊക്കെ കൊണ്ട് എന്താണ് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. വിജയുടെ ഒരു പ്രതിച്ഛായ തേച്ചുമിനുക്കി എടുക്കുക മാത്രമായിരുന്നു ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമെങ്കിൽ, പക്ഷേ വിജയുടെ ഈ പ്രതിച്ഛായ തേച്ചുമിനുക്കി എടുക്കുന്നതിൻ്റെ പിന്നിൽ വളരെ അപകടകരമായിട്ടുള്ളൊരു സംഘമുണ്ട് എന്ന് പറയപ്പെടുന്നു. ഇന്നലെ തന്നെ LTTയുമായിട്ടുള്ള ബന്ധങ്ങളെ സംബന്ധിച്ച്, വിജയ്ക്കുണ്ടായേക്കാവുന്ന ബന്ധങ്ങളെ സംബന്ധിച്ചും LTTയോട് ഇപ്പോൾ വിജയ് കാണിക്കുന്ന ഒരു അനുതാപപൂർവമായിട്ടുള്ള അനുഭാവത്തെക്കുറിച്ചും RP വളരെ വിശദമായി തന്നെ പ്രേക്ഷകരുമായി സംസാരിച്ചിരുന്നു. ഞാനും അദ്ദേഹം ഈ പരുത്തി ഇറക്കുമതിയുടെ ചുങ്കം ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാരിന് കത്തെഴുതിയതിനെ സംബന്ധിച്ചും വിശദമായ വാർത്തകൾ ചെയ്തിരുന്നു. അതിൻ്റെ പിന്നിലുണ്ടായേക്കാവുന്ന ഉദ്ദേശങ്ങളെക്കുറിച്ചും സാന്റിയാഗോ മാർട്ടിൻ അടങ്ങിയൊരു മാഫിയ സംഘത്തെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. ഇതിനെല്ലാം ഒപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. വിജയുടെ ഇപ്പോഴത്തെ സർക്കാരിലെ സഖ്യകക്ഷികളെ ഒന്ന് പരിശോധിക്കുക. വിടുതലൈ സിരത്തെ കക്ഷികൾ, ജാതി മാത്രം പറഞ്ഞ് ജീവിക്കുന്ന തിരുമാവളവൻ എന്നിട്ടുള്ള തമിഴ്നാട്ടിലെ ഏറ്റവും ജാള്യതയില്ലാത്ത രാഷ്ട്രീയ നേതാവ്, അതിലും മാന്യമായൊരു വാക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുവാനില്ല, ആണ് തിരുമാവളവൻ. രണ്ടാമത്തത് കോൺഗ്രസിൻ്റെ കാര്യം ഞാൻ പറയേണ്ടതില്ല. IUML, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ഇവരെല്ലാമാണ് വിജയുടെ സഖ്യകക്ഷികൾ. ഒപ്പം വിജയുടെ ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു ശൃംഖലയുണ്ടല്ലോ, അതിൽ ഈ റൗട്ട് മാഫിയ എന്ന് ഇപ്പോൾ എതിരാളികൾ വിളിക്കുന്ന ജഗദീഷിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഔദ്യോഗികമെന്ന് പറയാവുന്ന IT സെല്ല് കൂടാതെ അനൗദ്യോഗിക IT സെല്ലുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ ഈ വിജയുടെ ആരാധകർ മാത്രമല്ല, ഈ കട്ടിംഗ് സൗത്തിന് മുന്നിട്ട് നിന്ന പല സാമൂഹ്യ മാധ്യമങ്ങളും കട്ടിംഗ് സൗത്ത് എന്നൊരു പരിപാടി ഇടയ്ക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. അതായത് തത്വത്തിൽ ഞങ്ങൾ തത്വമടിച്ച് വടക്കും തെക്കും വേറെ വേറെയാണ് ഭാരതത്തെ സംബന്ധിച്ച് എന്നുള്ളൊരു താത്വികമായ ബൗദ്ധികമായ ഒരു ആശയമാണെന്നുള്ള രീതിയിൽ അടിസ്ഥാനപരമായിട്ട് തെന്നിന്ത്യ ഒരു പ്രത്യേക രാജ്യമാക്കി മാറ്റിയെടുക്കുവാനുള്ള ഒരു ശ്രമം തന്നെയായിരുന്നു, ഒരു വിഘടനവാദം തന്നെയായിരുന്നു അത് പരാജയപ്പെട്ടു പോയി. അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴുമുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ. പ്രത്യേകിച്ച് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള പേരായതുകൊണ്ട് ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു തെളിവ് കിട്ടുന്നവരെ ആ പേര് പറയുന്നില്ല. ഒരു മാധ്യമം പ്രത്യേകം മുന്നിട്ട് നിൽക്കുന്നു. അതിൽ തന്നെ ഒരു മലയാളി ഒരു പ്രമുഖ പങ്ക് വഹിക്കുന്ന ഒരു സാമൂഹ്യ മാധ്യമം മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് വിവരം. ലഭ്യമായ വിവരങ്ങളനുസരിച്ച് ഈ കട്ടിംഗ് സൗത്ത് സംഘടനകളും അവരുടെ കീഴിലുള്ള ഇത്തരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രവർത്തകരും IT സെല്ല് തന്നെ അനൗദ്യോഗിക IT സെല്ലായി തമിഴക വെട്രിക്കഴകത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു. ഈ റൗട്ട് മാഫിയയുടെ കീഴിലുള്ള ജഗദീഷിൻ്റെ റൗട്ട് എന്ന സംഘടനയ്ക്ക് കീഴിലുള്ള IT സെല്ലും പ്രവർത്തിക്കുന്നു. ഇവരെല്ലാം 35,000-ഓളം വാട്സാപ്പ് ഗ്രൂപ്പുകളും അത്രയും തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളും എല്ലാം ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. 35,000 വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൃത്യമായ കണക്കാണ്. അതിൽ തന്നെ ശരാശരി 250 അംഗങ്ങളും. ഇവയിലൂടെ നടത്തുന്ന പ്രചരണങ്ങൾ വിജയുടെ പ്രതിച്ഛായ തേച്ചുമിനുക്കൽ മാത്രമല്ല എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുതകൾ. കാരണം അടിസ്ഥാനപരമായി ഈ ഒരു രാഷ്ട്രീയ സഖ്യമുണ്ടാക്കി ഇനി അതിൻ്റെ ഒരു സ്വാധീനം കർണാടകത്തിലേക്കും കേരളത്തിലേക്കും തെലങ്കാനയിലേക്കും ഒരു എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് പറയുമല്ലോ, വർദ്ധിപ്പിച്ച് അതിലൂടെ ചില പ്രത്യേക ലക്ഷ്യങ്ങൾ നേടിയെടുക്കുകയാണ് ഇവരുടെ ഉദ്ദേശമെന്ന് പറയപ്പെടുന്നു, സംശയിക്കപ്പെടുന്നു. അത് അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വിജയുടെ ഒരു പ്രതിച്ഛായയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ
തമിഴ്നാട്ടിൽ ഇന്നേ ദിവസം ഏറ്റവും അധികം സ്വാധീനമുള്ള, പ്രത്യേകിച്ച് യുവജനങ്ങൾക്കിടയിൽ, യുവജനങ്ങളെന്ന് ഞാൻ പറയുന്നത് കൗമാരക്കാർക്കിടയിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള ഒരു വ്യക്തിത്വം വിജയ് തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. അവിടെയാണ് വിജയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളൊരു അബദ്ധം രാഷ്ട്രീയ നിരീക്ഷകർ, ഞാൻ രാഷ്ട്രീയ നിരീക്ഷകനാണെന്നല്ല പറയുന്നത്, വിജയ് ഒരിക്കലും ഇത്തരത്തിലുള്ളൊരു വിജയം നേടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം വിജയുടെ ഈ ആരാധകരുണ്ടല്ലോ, വിജയുടെ സ്വാധീന വലയത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അണ്ണൻ്റെ മാസ് കണ്ട് സ്വാധീനത്തിൽപ്പെട്ട് കിടക്കുന്ന ആളുകൾ, അവരിൽ മിക്കവരും പ്രായപൂർത്തിയാകാത്തവരായിരുന്നു. അവർക്ക് സമ്മതിദാനാവകാശം ഇല്ലാത്തത് കൊണ്ട് തന്നെ വിജയ്ക്ക് അത്രയും വലിയ ഒരു വിജയം ലഭിക്കില്ല എന്ന് ഞാൻ ധരിച്ചിരുന്നു. രാഷ്ട്രീയ വിശാരദന്മാരും അങ്ങനെയാണ് ധരിച്ചിരുന്നത്. പക്ഷേ വിട്ടുപോയൊരു പ്രധാന ഘടകം ഇവർക്ക് തങ്ങളുടെ മാതാപിതാക്കൾക്ക് മേൽ ചെലുത്തുവാൻ സാധിക്കുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള ഒരു മനനമായിരുന്നു. ആ മനനം എല്ലാവരും ഒരുപോലെ തന്നെ അവഗണിച്ചു, അല്ലെങ്കിൽ മറന്നുപോയി, വിട്ടുപോയി. അതാണ് ഇത്തരത്തിലുള്ളൊരു വിജയം നേരത്തെ കൂട്ടി പ്രവചിക്കുവാൻ പലർക്കും കഴിയാത്തത്. ഒരു ആക്സിസ്റ്റാണൊക്കെയാണെന്ന് തോന്നുന്നു, അവർ മാത്രം പ്രവചിച്ചിരുന്നു കൃത്യമായി. പക്ഷേ ഇതുകൊണ്ടുള്ളൊരു അപകടം ഞാൻ പറഞ്ഞല്ലോ, ഇത്തരത്തിലുള്ള വിഘടനവാദവും എല്ലാം കൂടി ഒന്നിച്ചു വരുമ്പോൾ ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് ഈ കൗമാരക്കാർ തെരുവിലിറങ്ങിയാലും മതി, അതിന് വിജയ് വിചാരിച്ചാൽ സാധിക്കും. ഈ 35,000 വാട്സാപ്പ് ഗ്രൂപ്പുകൾ പോലുള്ളൊരു സംവിധാന ശൃംഖലകൾ അതിന് പ്രയോജനപ്രദമാവുകയും ചെയ്യും. വിജയുടെ ഒരു വാക്ക് മതി, അവർ തെരുവിലിറങ്ങും. പ്രശ്നകലുഷിതമായൊരു തമിഴ്നാട് നമ്മുടെ മുൻപിൽ ഒരു രാത്രി കൊണ്ട് ഉരുവായി വരികയും ചെയ്യും. അതുകൊണ്ട് എന്ത് പറ്റും? എന്തെങ്കിലും തരത്തിലുള്ള നിയമ നടപടികളെടുത്താൽ, ഒരു പോലീസ് വെടിവെപ്പുണ്ടായെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കേന്ദ്രം വിജയുടെ സർക്കാരിനെ പിരിച്ചുവിട്ടിട്ട് കേന്ദ്രസേന ഇറക്കി ഈ പ്രക്ഷോഭക്കാരെ അടിച്ചമർത്തുവാൻ ഒരുങ്ങുന്നു എന്ന് കരുതുക. ഒരു വെടിവെപ്പുണ്ടായി, മരിക്കുന്നതാരാണ്? കൗമാരക്കാരാണ്. ഇത് എത്തരത്തിലുള്ളൊരു പ്രതിച്ഛായയായിരിക്കും സൃഷ്ടിക്കുക? അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ആശങ്കപ്പെടുന്നത്. അതിനുള്ള സാധ്യതകളും വളരെയേറെയാണ്. എന്തായാലും തമിഴ്നാടിനെ സംബന്ധിച്ച് സൂക്ഷ്മമായ നിരീക്ഷണത്തിൽ വെക്കേണ്ട ഒരു സംസ്ഥാനമായി തമിഴ്നാട് മാറിക്കൊണ്ടിരിക്കുകയാണ് ജോസഫ് വിജയുടെ ഭരണത്തിൻ്റെ കീഴിൽ. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതിനനുസരിച്ച് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇത് സംബന്ധിച്ച് എന്താണ്? ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ സ്വാധീനം, കൗമാരക്കാരുടെ ഒരു റോൾ എന്താണ് ഇനിയുള്ള രാഷ്ട്രീയത്തിൽ? അത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ ഞങ്ങളെ അറിയിക്കുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.